ഹലോ വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് ജംസി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് വെളിയിലിറങ്ങി പുതിയൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. ഇവിടം കൊണ്ട് ഈ രാത്രിയിലത്തെ വിശേഷം കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. സ്ട്രെയിറ്റായി അടുത്ത ഡയറക്ഷൻ ഞങ്ങൾ കൊടുത്തത് കാർഡിഫിലെ അൽഷാം കുനാഫ ഷോപ്പിലേക്കാണ്. എൻ്റെ സിസ്റ്ററിന് കുനാഫ എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്ര ഫാനൊന്നും അല്ല, കാരണം അതിനകത്ത് എന്നെക്കാളും കൂടുതൽ ചീസ് ഉണ്ടല്ലോ. എനിക്ക് ഈ ചീസി സാധനങ്ങൾ വലിയ ഇഷ്ടമല്ല. ഷോപ്പിലോ കയറുമ്പോൾ തന്നെ ഫുൾ സ്വീറ്റ് സ്മെല്ലാണ്. നല്ല ഗോൾഡൻ ബ്രൗൺ കളേഴ്സ്, കണ്ണ് നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണുന്നത്. പക്ഷെ ഞാൻ ആദ്യം പോയത് കുനാഫ മേക്കിംഗ് സ്പോട്ടിലേക്കാണ്. കാരണം ഇത്ര ക്രേസി ആയിട്ടുള്ള സാധനം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ ഇതാണ് കുനാഫ ഉണ്ടാക്കുന്നത്. നല്ല ക്രിസ്പി ഫിലോ ലെയേഴ്സ്, അതിൻ്റെ മുകളിൽ കുഴച്ചതുപോലെ ചീസ്, പിന്നെ അത് എല്ലാം നല്ല ക്രിസ്പിയായി വന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ പച്ചപ്പ് തിളങ്ങുന്ന പിസ്ത ഡസ്റ്റ്. പക്ഷെ സീരിയസ്ലി കണ്ടാലേ മതി, ആരും നോക്കി നിൽക്കാൻ പോലും കഴിയത്തില്ല. എത്രയും പെട്ടെന്ന് അത് കഴിക്കണം എന്നായിരിക്കും നമുക്ക് തോന്നുന്നത്. സോ എൻ്റെ ആഗ്രഹങ്ങളും അതുപോലായിരുന്നു. അത് കണ്ടപ്പോൾ, ആ ഉണ്ടാക്കുന്ന പ്രോസസ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് എനിക്ക് ഐ കാൺട്ട് വെയിറ്റ് ടു ഈറ്റ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയി. ഞാൻ പക്ഷേ ഇവിടെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, അല്ലെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ സിസ്റ്റർ അതേസമയം മറ്റ് മെഡിറ്ററേനിയൻ സ്വീറ്റെല്ലാം ഒന്ന് നോക്കി കുറച്ച് അയർലൻഡിലേക്ക് പാഴ്സൽ ചെയ്യാനും എടുത്തു. അതിൽ കുറച്ച് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ തന്നെ ട്രൈ ചെയ്തു, അത് വേറെ ഒരു കാര്യം. പക്ഷേ അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ആ കുനാഫ ഒന്ന് ട്രൈ ചെയ്തു. ഹോണസ്റ്റ്ലി പറഞ്ഞാൽ എനിക്ക് അത്ര ത്രില്ലൊന്നും കിട്ടിയില്ല ടേസ്റ്റിൽ. ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഐ ആം നോട്ട് എ ചീസ് ലവർ അതുകൊണ്ട്. പക്ഷേ എൻ്റെ ബ്രദറിന് ഇഷ്ടപ്പെട്ടു. സിസ്റ്റർ വാസ് ലൈക്ക് പിറ്റേ ദിവസത്തിനുള്ളിൽ അത് അവൾ ഫുള്ള് തീർത്തു. അയർലൻഡിലേക്ക് കൊണ്ടുപോകാൻ പോലും അവൾ വെച്ചില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുൾ ടമ്മി ഹാപ്പി ഹാർട്ടായിട്ട് വീട്ടിലേക്ക് തിരിച്ചു. ഇതൊരു സ്മോൾ ടൂർ ആയിരുന്നെങ്കിലും വൈബും കമ്പനിയും ഒക്കെ നല്ലതായിരുന്നു കൊണ്ട് ഇറ്റ് റിയലി മെയ്ഡ് ഇറ്റ് ടോട്ടലി വർത്ത് ഇറ്റ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. ഇനി പുതിയ വീഡിയോയുമായി കടന്നു വരുന്നിടം വരെ ഇറ്റ്സ് ബൈ ഫ്രം മീ ജംസി.